ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ 15ാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് PSC എക്സാമുകളിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ് മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയിൽ ഒന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം എന്നാണ് ഒത്തിരി തവണ PSCയുടെ ഒത്തിരി എക്സാമുകളിൽ ചോദിച്ച ചോദ്യമാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം എന്നാ ചോദിച്ചാൽ മക്കളെ അത് 1947 ഓഗസ്റ്റ് 29. ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം. വേണമെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് മാത്രം തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ഒരു ചോദ്യം വന്നാൽ അതിൽ ഉത്തരം എഴുതണമെങ്കിൽ നമുക്ക് മൊത്തമായും പഠിച്ചിരിക്കണം. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം ചോദിച്ചു കഴിഞ്ഞാൽ വർഷം 1947, മാസം ഓഗസ്റ്റ്, ദിവസം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 29. അങ്ങനെ 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ടത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് BR അംബേദ്കർ ആണ്. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? BR അംബേദ്കർ ആണ്. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചാൽ അതാരാണ്? BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കപ്പെട്ട വർഷം എന്നാന്ന് ചോദിച്ചാൽ 1948 ഫെബ്രുവരിയിലാണ് ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ നിയമനിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാണ് നിയമിക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ എത്ര പേരാണെന്ന് ചോദിച്ചാൽ മക്കളെ എത്ര പേരാണ്? 7 പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. 7 പേരാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കപ്പെട്ട വർഷം എന്നാന്ന് ചോദിച്ചാൽ അത് 1948 ഫെബ്രുവരിയിലാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിൽ പൊതുജനാഭിപ്രായം അറിയുന്നതിനായി ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ച വർഷവും 1948 ഫെബ്രുവരിയിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഈ പറയുന്ന ഡ്രാഫ്റ്റ് പൊതുജനാഭിപ്രായത്തിനു വേണ്ടി പ്രസിദ്ധീകരിച്ചത് പത്രങ്ങളിൽ ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1948 ഫെബ്രുവരിയിലാണ്. പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ച 2ാം ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ച വർഷം 1948 ഒക്ടോബറിനുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാന ഡ്രാഫ്റ്റ് അംബേദ്കർ ആദ്യമായി ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് എന്നാന്ന് ചോദിച്ചാൽ അത് 1948 നവംബർ 4 ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ അവസാന ഡ്രാഫ്റ്റ് അംബേദ്കർ ആദ്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് 1948 നവംബർ 4. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് സെക്കൻഡ് റീഡിങ്ങിന് പൂർത്തിയായത് 1949 ഒക്ടോബർ 17. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് സെക്കൻഡ് റീഡിങ്ങിന് പൂർത്തിയാക്കിയത് 1947 ഒക്ടോബർ 17.
മൂന്നാമത്തേതും അവസാനത്തേതുമായ റീഡിംഗ് നടന്നത് 1949 നവംബർ 14 തുടങ്ങി നവംബർ 26 അവസാനിച്ചു. കാരണം ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് സെക്കൻഡ് റീഡിങ് പൂർത്തിയാക്കിയത്. കാരണം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാ രൂപീകരിച്ചെന്നുള്ളതൊക്കെ ഒത്തിരി തവണ എന്ത് ചെയ്തിട്ടുണ്ട്, PSC ചോദിച്ചിട്ടുണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാന്നുള്ളത് PSC ചോദിച്ചിട്ടുണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര പേരാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വരും പരീക്ഷകളിൽ പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് സെക്കൻഡ് റീഡിന് പൂർത്തിയാക്കിയത് 49 ഒക്ടോബർ 17. മൂന്നാമത്തെയും അവസാനത്തേതുമായ റീഡിംഗ് നടന്നത് 49 നവംബർ 14 തുടങ്ങി നവംബർ 26 അവസാനിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ചോദിച്ചേക്കണ ചോദ്യമാണ്. നസറുദ്ദീൻ അഹമ്മദ് ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത്. നസറുദ്ദീൻ അഹമ്മദ് ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ബേസ് ആയിട്ട് നമുക്ക് നോക്കാനുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. എന്നാണ് ഇത് നിയമിക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 47 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളാണ് 7 പേര്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അംബേദ്കർ ആണ്. അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കപ്പെട്ടത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 48 ഫെബ്രുവരിയിലാണ്. ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിൽ പൊതുജന അഭിപ്രായം അറിയാനായി ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ച വർഷം ചോദിച്ചാൽ മക്കളെ 48 ഫെബ്രുവരി. പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ച രണ്ടാം ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചത് 48 ഒക്ടോബറിനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാന ഡ്രാഫ്റ്റ് അംബേദ്കർ ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് 48 നവംബർ 4. ഇതിന്റെ സെക്കൻഡ് റീഡിംഗ് നടന്നത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ പറഞ്ഞത് എന്ന് ഈ പറയുന്ന 1949 ഒക്ടോബർ 17 ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിന്റെ സെക്കൻഡ് റീഡിംഗ് പൂർത്തിയാക്കിയത്. മൂന്നാമത്തേതും അവസാനത്തേതുമായ റീഡിംഗ് നടന്നത് 49 നവംബർ 14 തുടങ്ങി നവംബർ 26 അവസാനിച്ചു എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിശേഷിപ്പിച്ചത് അത് നസറുദ്ദീൻ അഹമ്മദ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളെ പഠിക്കാം. എപ്പോഴും PSC ചോദിക്കാറുണ്ട് ഈ പറയുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാന്നുള്ളത്. അത് എപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ്ങും വരാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, കോഡ് ഉൾപ്പെടെ നമുക്ക് പഠിച്ചു പോകാം. ഒന്നാമത്തെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ, ആദ്യത്തെ ആളാണ് നമുക്ക് അറിയാം, ചെയർമാനായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളിലെ ആദ്യത്തെ വ്യക്തി. ഡോക്ടർ BR അംബേദ്കർ. 2 KM മുൻഷി. 3 മുഹമ്മദ് സാദുള്ള. 4 അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. 5 N ഗോപാലസ്വാമി അയ്യങ്കാർ. 6 DP ഗെയ്ത്താൻ. അതേപോലെ 7 BL മിത്തറാണ്. ഇത്രയാണ് ആദ്യം തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഡോക്ടർ BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, DP ഖൈത്താൻ, BL മിത്തർ എന്നിവരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ 7 പേരെന്ന് പറയുന്നത്. ഇനി അന്തരിച്ച ഖെയ്ത്താന് പകരമായിട്ട് TT കൃഷ്ണമാചാരി വരികയാണ്. അപ്പോൾ അന്തരിച്ച ഖെയ്ത്താന് പകരം TT കൃഷ്ണമാചാരി. രാജിവെച്ച മിത്തർ, ഒരാൾ രാജിവെച്ചു, അതിനു പകരമായി N മാധവറാവും വരികയാണ്. പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ട് ഇവര് വന്നു ചേരുകയാണ്. അപ്പോൾ 2 പേര് ഖെയ്ത്താനും മിത്തറും മാത്രം എന്ത് ചെയ്യാണ് ആദ്യത്തെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന. അതിൻ്റെ അകത്ത് ഖെയ്ത്താൻ എന്ന് പറയുന്ന ആള് അന്തരിച്ചപ്പോഴാണ് അവിടെ TT കൃഷ്ണമാചാരി. അപ്പോൾ ഖെയ്ത്താൻ മരിച്ചപ്പോൾ കൃഷ്ണൻ വന്നു എന്ന് ഓർത്താൽ മതി. അപ്പോൾ ആരാണ് അന്തരിച്ച വ്യക്തി എന്ന് പറയുന്നത് ഖെയ്ത്താൻ ആണ്. അപ്പോൾ ഖെയ്ത്താൻ മരിച്ചു, അവിടെ ആര് വന്നു, TT കൃഷ്ണമാചാരി വന്നു. അപ്പോൾ അങ്ങനെ തന്നെ ഓർത്താൽ മതി, ഖെയ്ത്താന് പകരം കൃഷ്ണൻ വന്നു. അപ്പോൾ ഖെയ്ത്താനെ നിഗ്രഹിച്ചത് ആരാണ്, കൃഷ്ണനാന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് അവിടെ കിട്ടും. രാജിവെച്ച മിത്തറിന് പകരമായിട്ട് മാധവറാവു. ഓക്കെ, അപ്പോൾ മിച്ചർ ഏറ്റവും കൂടുതൽ ഇഷ്ടം മാധവനാന്ന് ഓർത്ത് കഴിഞ്ഞാൽ എന്താണ്, മിച്ചർ മാധവറാവു. അപ്പോൾ മിത്തറിന് പകരമായിട്ട് മാധവറാവു വന്നു എന്നുള്ളതും ഓർത്താൽ മതി. നമ്മൾ ഈ പറയുന്ന കോഡുമായിട്ട് മറ്റൊന്നിനും യാതൊരുവിധ സാദൃശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായിട്ട് യാതൊരുവിധ എന്താണ് ബന്ധമോ ഒന്നുമില്ല. തികച്ചും എന്താണ് നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കുഞ്ഞു കോഡുകൾ അത്ര മാത്രമാണ് നിങ്ങൾ കരുതാമോളും. വേറെ ഒന്നും അതിനെക്കുറിച്ച് വിചാരിക്കാനോ അതിനെക്കുറിച്ച് ഇനി വേറൊരു ലെവലിൽ നിങ്ങൾ
ചിന്തിച്ച് താഴെ കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പഠിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം അത് എളുപ്പമാക്കാനുള്ള കുഞ്ഞു കോഡുകൾ സെറ്റ് ചെയ്യുക, അത്രയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു 7 അംഗ ആളുകളെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു കോഡുണ്ട്. അതാണ് അമ്മയ്ക്ക് GK പഠിക്കാൻ മിച്ചർ വേണം. എന്താണ്? അമ്മയ്ക്ക് GK പഠിക്കാൻ മിച്ചർ വേണം. അപ്പോൾ AMMA, അമ്മയ്ക്ക് GK പഠിക്കാൻ മിച്ചർ വേണമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളിലെ 7 പേരെയും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് കോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി പറയാം. അമ്മയ്ക്ക് GK പഠിക്കാൻ മിച്ചർ വേണം. അമ്മയ്ക്ക് GK പഠിക്കാൻ മിച്ചർ വേണം. എ എന്ന് പറയുമ്പോൾ അവിടെ ആരാണ് വരുന്നത്? അംബേദ്കർ ആണ്. എ, അമ്മയുടെ ഫസ്റ്റ് അക്ഷരം എ ആണ്. അപ്പോൾ എ ആൽഫബറ്റ് അംബേദ്കർ ആണ്. അടുത്തത് എം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആരായിരിക്കും? മുൻഷിയാണ്. ഓക്കെ, അപ്പോൾ അമ്മയ്ക്ക് GK പഠിക്കാൻ മിച്ചർ വേണമെന്നതാണ് കോഡ്. അതിൻ്റെ എ ഫോർ ഡോക്ടർ BR അംബേദ്കറിന്റെ അംബേദ്കർ ആണ് എ എന്ന് പറയുന്നത്. അടുത്തത് എം വരുമ്പോൾ നോക്കിയടാ, മുൻഷി. ഓക്കെ, KM മുൻഷിയുടെ മുൻഷിയാണ് എം. അടുത്ത എം ആണ് ആരെന്ന് പറയുന്നത്? മുഹമ്മദ് സാദുള്ള. ഓക്കെ, അടുത്തതാണ് ആരെന്ന് പറയുന്നത്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അപ്പോൾ അമ്മയായി. ഓക്കെ, അപ്പോൾ അമ്മ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് എ ഫോർ അംബേദ്കർ, അടുത്ത എം ഫോർ മുൻഷി, അടുത്ത എം ഫോർ ആരാണ്? മുഹമ്മദ് സാദുള്ള, അടുത്ത എ ഫോർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അതാണ് അമ്മയ്ക്ക്. ഓക്കെ, അമ്മയ്ക്ക് അടുത്ത എന്താണ്? GK പഠിക്കാൻ. അപ്പൊ നോക്കിയേ, GK എന്ന് പറയുമ്പോൾ അടുത്തത് ആരാണ് വരുന്നത്? N ഗോപാലസ്വാമി അയ്യങ്കാർ. അപ്പൊ ഗോപാലസ്വാമിയുടെ G ഫോർ ഗോപാലസ്വാമി. അടുത്തത് കെയ്ത്താൻ. ഓക്കെ, കെയ്ത്താൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഫസ്റ്റ് അക്ഷരം K ആണ് വരുന്നത്. അപ്പോൾ കെയ്ത്താന്റെ എന്താണ്? K ഇവിടെ വന്നു. അപ്പോൾ എന്താണ്? അമ്മയ്ക്ക് GK പഠിക്കാൻ എന്ത് വേണം? മിച്ചർ വേണം. മിച്ചറിന് പകരം മിത്തർ എന്ന് ഓർത്താൽ മതി. അപ്പോൾ BL മിത്തർ ആണ് മിച്ചർ എന്നതിന്റെ പകരം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 അംഗങ്ങൾ നമുക്ക് സെറ്റാണ്. അപ്പോൾ ഈ ഒരു കോഡ് നമ്മളെല്ലാവരും ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന്റെ ടൈമിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ എന്താണ്, നമ്മൾ ഡോക്ടർ BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കർ, DP കെയ്ത്താൻ, BL മിത്തർ, ഇതിലേതെങ്കിലും ഒരെണ്ണൊക്കെ നമ്മൾ കാണാപ്പാടം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വരുമ്പോൾ നമ്മൾ വിട്ടുപോകും. അപ്പോൾ ആ വിട്ടുപോയ എന്താണ് ആൻസർ ഏതാണോ അതായിരിക്കും മിക്കവാറും ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇതൊക്കെ കോഡാക്കി അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചേരണം. പിന്നെ ഒരിക്കലും നമുക്കത് മറന്നു പോകത്തില്ല. പ്രത്യേകിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലിക്കാവും. ഓക്കെ, അപ്പോൾ ഓർത്തു വെച്ചോ, അമ്മയ്ക്ക് GK പഠിക്കാൻ മിച്ചർ വേണം. A ഫോർ അംബേദ്കർ, M ഫോർ മുൻഷി, M ഫോർ മുഹമ്മദ് സാദുള്ള, A ഫോർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, അടുത്ത G ഫോർ ഗോപാലസ്വാമി അയ്യങ്കാർ, K ഫോർ കെയ്ത്താൻ, അതേപോലെ മിച്ചർ ഫോർ മിത്തർ ആണെന്നുള്ളതും ഓർത്തു വെച്ച 7 അംഗവും സെറ്റാണ്. ഇനി നമ്മൾ പറഞ്ഞു ഇതിൻ്റെ അകത്ത് കെയ്ത്താൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അന്തരിച്ചത്. അപ്പോൾ കെയ്ത്താൻ മരിച്ചതിന് ശേഷം അവിടെ ആര് വന്നു? ചെയ്ത്താൻ പോയിട്ട് അവിടെ കൃഷ്ണൻ വന്നു എന്ന് ഓർത്ത് കഴിഞ്ഞാൽ അത് സെറ്റാണ്. അതേപോലെ മിത്തർ എന്ന് പറയുന്നത്, മിച്ചർ ഏറ്റവും ഇഷ്ടം ആർക്കാണ്? നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള മാധവനാന്നുള്ള ഓർത്തേ. മാധവനെ ഏറ്റവും ഇഷ്ടം മിച്ചറാന്ന് ഓർത്താൽ മതി. അപ്പോൾ മിച്ചർ മാധവൻ എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ മിച്ചറിന് പകരം ആര് വന്നു? മാധവൻ വന്നു എന്ന് വെച്ചാൽ മതി. N മാധവറാവു. അപ്പോൾ ഇത്രയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉള്ളൂ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു ചോദ്യങ്ങൾ താഴെ പറയുന്നവരിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട അംഗങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഉൾപ്പെടാത്ത അംഗങ്ങൾ താഴെ പറയുന്നവയിൽ ആരൊക്കെയാണ്, അതേപോലെ തന്നെ എന്താണ് TT കൃഷ്ണമാചാരി ഏത് ആളിന് പകരം വന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ N മാധവറാവു ആര് രാജിവെച്ചതിനെ തുടർന്നാണ് വന്നത് എന്നൊക്കെ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിൻ്റെയും കൂടെയുള്ള ഉത്തരമാണ് അമ്മയ്ക്ക് GK പഠിക്കാൻ മിച്ചർ വേണം എന്ന് പറയുന്ന കോഡ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളൂ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വന്നത് 47 ഓഗസ്റ്റ് 29. 7 പേരാണ് ഇതിലുണ്ടായിരുന്നത്. ചെയർമാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ BR അംബേദ്കർ ആണ്. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിൽ പൊതുജനാഭിപ്രായം അറിയുന്നതിന് വേണ്ടി ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചത് 48 ഫെബ്രുവരിയിലാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ച 2ാം ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചത് 48. അതേപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് അംബേദ്കർ ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് 48 നവംബർ 4. സെക്കൻഡ് റീഡിങ്ങിന് പോയത് 49 ഒക്ടോബർ 17. മൂന്നാമത്തെയും അവസാനത്തെയും റീഡിംഗ് നടന്നത് 49 നവംബർ 14 മുതൽ നവംബർ 26 വരെ.
ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിളിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് നസ്രുദ്ദീൻ അഹമ്മദ് ആണ്. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിളിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് നസ്രുദ്ദീൻ അഹമ്മദ്. നമ്മൾ പറഞ്ഞു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട മെമ്പറായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ, അതൊരിക്കലും നമ്മൾ മറക്കത്തില്ല. അങ്ങനെ 7 പേര് ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡോക്ടർ BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, അതേപോലെ ഗോപാലസ്വാമി അയ്യങ്കാർ, കെയ്ത്താൻ, അതേപോലെ മിത്തർ. ഇതിൻ്റെ കോഡാണ് നമ്മൾ പറഞ്ഞത് അമ്മയ്ക്ക് GK പഠിക്കാൻ മിച്ചർ വേണമെന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് 2 പേര്, ഒരാൾ അന്തരിച്ചു, ചെയ്ത്താൻ അന്തരിച്ചപ്പോൾ കൃഷ്ണൻ വന്നു, അതേപോലെ തന്നെ എന്താണ് മിത്തർ രാജിവെച്ചതിനെ തുടർന്ന് അവിടെ N മാധവറാവു വന്നു. അതായത് എന്താണ് മാധവിന് ഇഷ്ടം എന്താണ് മിച്ചറാന്ന് ഉള്ളത് കൂടി ഓർത്തു വെച്ച ഇത്രയും കാര്യങ്ങൾ അവിടെ സെറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ വ്യക്തിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കർ, അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തെ കുറിച്ച് നമുക്കിനി ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ മോസ്റ്റ്ലി PSC ഈ വിശേഷണങ്ങൾ ചോദിച്ചേക്കുന്നതുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ആധുനിക മനു, ആധുനിക ബുദ്ധൻ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി, ഇതെല്ലാം ആര് തന്നെയാണ്? ഡോക്ടർ BR അംബേദ്കർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ് മക്കളെ? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ആധുനിക മനു, ആധുനിക ബുദ്ധൻ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാ? ഡോക്ടർ BR അംബേദ്കർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അംബേദ്കർ ജനിച്ച വർഷം 1891 ഏപ്രിൽ 14 ഡോക്ടർ BR അംബേദ്കർ ജനിക്കുന്നത്. ജനിച്ച ഗ്രാമം മധ്യപ്രദേശിലെ മോവ് ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരിൽ ഒരാളായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കൂടാതെ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് തേജ് ബഹദൂർ സാപ്രു എന്നുള്ള കാര്യവും ഓർത്തു വയ്ക്കുക. ഒത്തിരി തവണ അത് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്, പക്ഷെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇനി അതൊരു റാങ്ക് മേക്കിംഗ് അല്ല, പക്ഷെ ബേസ് ചോദ്യമായിട്ട് അത് മാറിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യ നിലവിൽ ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും അംബേദ്കറെ കൂടാതെ പങ്കെടുത്ത വ്യക്തി താഴെ പറയുന്നവയിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരായിരിക്കും? തേജ് ബഹദൂർ സാപ്രു എന്നതാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, എന്ത് പ്രസ്ഥാന? മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ വ്യക്തിയാണ് അംബേദ്കർ. അംബേദ്കർ സ്ഥാപിച്ച സംഘടനയായിരുന്നു ബഹിഷ്കൃതകാരിണി സഭ. ഓക്കെ, ബഹിഷ്കൃതകാരിണി സഭ. ബഹിഷ്കൃതകാരിണി സഭ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ബഹിഷ്കൃതകാരിണി സഭ എന്ത് ചെയ്തു? സ്ഥാപിച്ചത്. എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1924 ബഹിഷ്കൃതകാരിണി സഭ അദ്ദേഹം സ്ഥാപിക്കുന്നത്. അംബേദ്കർ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങളാണ് മൂക്ക് നായക്, ബഹിഷ്കൃത ഭാരത്. ഓക്കെ, അപ്പോൾ അംബേദ്കർ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മൂക്ക് നായക്, ബഹിഷ്കൃത ഭാരത്. ബഹിഷ്കൃത ഭാരത്, മൂക്ക് നായകായിരുന്നു അംബേദ്കറിന്റെ പ്രസിദ്ധമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയുന്നത്. 1956 ഡിസംബർ 6 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെട്ടത് ചൈത്യഭൂമി എന്ന പേരിലാണ്. ഓക്കെ, അപ്പോൾ ഡോക്ടർ BR അംബേദ്കറിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെട്ടത് ഏതു പേരിലാ? ചൈത്യഭൂമി എന്ന പേരിലാണ് ഡോക്ടർ BR അംബേദ്കറിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെട്ടത് ചൈത്യഭൂമി. അംബേദ്കറിന്റെ ചരമദിനമായ ഡിസംബർ 6 മഹാപരിനിർവാൺ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ BR അംബേദ്കറിന്റെ ചരമദിനമായ ഡിസംബർ 6 മഹാപരിനിർവാൺ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ചരിത്രത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് അത് നമ്മുടെ ഗാന്ധിജിയാണ്. ഓക്കെ, അപ്പോൾ ചരിത്രത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി.
1990 മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകി രാഷ്ട്രം ആദരിച്ചു. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലാണ്. ഡോക്ടർ അംബേദ്കർ നാഷണൽ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ്. ഡോക്ടർ അംബേദ്കറോടുള്ള ആദര സൂചകമായി 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയ നാണയങ്ങളായിരുന്നു 10 രൂപയുടെയും 125 രൂപയുടെയും നാണയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡോക്ടർ BR അംബേദ്കറോടുള്ള ആദര സൂചകമായി 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയ നാണയങ്ങളാണ് 10 രൂപയുടെയും 125 രൂപയുടെയും. ഓക്കെ, അപ്പോൾ ഡോക്ടർ BR അംബേദ്കറെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 വിശേഷണങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. ഒന്നാമത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയാണ് ഡോക്ടർ BR അംബേദ്കർ. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ പോയിന്റ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാ? ഡോക്ടർ BR അംബേദ്കർ ആണ്. അംബേദ്കർ ജനിച്ച വർഷമാണ് 1891 ഏപ്രിൽ 14 ഡോക്ടർ BR അംബേദ്കർ ജനിക്കുന്നത്. ഇന്ന് ഏപ്രിൽ 14, 2017 മുതൽ ദേശീയ ജലദിനമായിട്ട് ആചരിക്കാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? രാഷ്ട്രം അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ഏപ്രിൽ 14 എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ദേശീയ ജലദിനമായിട്ടാണ് രാഷ്ട്രം ഏപ്രിൽ 14 ആഘോഷിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആചരിക്കുന്നത്. ജനിച്ച ഗ്രാമമാണ് മധ്യപ്രദേശിലെ മോവ് ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മധ്യപ്രദേശിലെ മോവ് ഗ്രാമത്തിൽ. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറെ കൂടാതെ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരിൽ മറ്റൊരാളാണ് തേജ് ബഹദൂർ സാപ്രു എന്നുള്ളതും ഓർത്തു വയ്ക്കുക. മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. അംബേദ്കർ സ്ഥാപിച്ച സംഘടനയാണ് ഏതെന്ന് പറയുന്നത്. അപ്പോൾ അംബേദ്കറെ കൂടാതെ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത മറ്റൊരു വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മക്കളെ അത് തേജ് ബഹദൂർ സാപ്രു ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അംബേദ്കർ സ്ഥാപിച്ച സംഘടനയാണ് ബഹിഷ്കൃത കാരിണി സഭ എന്ന് പറയുന്നത്. അപ്പോൾ അംബേദ്കർ സ്ഥാപിച്ച സംഘടനയ്ക്ക് പറയുന്നതാണ് ബഹിഷ്കൃതകാരിണി സഭ എന്ന് പറയുന്നത്. 1924 ഈ സഭ സ്ഥാപിക്കുന്നത്. അംബേദ്കർ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മൂക് നായക് ബഹിഷ്കൃത ഭാരത്. മൂക് നായക് ബഹിഷ്കൃത ഭാരതാണ് അംബേദ്കർ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ. 1956 ഡിസംബർ 6 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചൈത്യഭൂമിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അംബേദ്കറിന്റെ ചരമദിനമായ ഡിസംബർ 6 മഹാപരിനിർവാൺ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ അംബേദ്കറിന്റെ ചരമദിനമായ ഡിസംബർ 6 എന്ത് ദിവസം? മഹാപരിനിർവാൺ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ചരിത്രത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ ചരിത്രത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ഗാന്ധിജിയാണ്. 1990 മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകി രാഷ്ട്രം ആദരിച്ചു. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലാണ്. അപ്പോൾ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ലണ്ടനിലാണ്. ഡോക്ടർ അംബേദ്കർ നാഷണൽ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് അത് ന്യൂഡൽഹിയിലാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇതെപ്പോഴും കൺഫ്യൂസിംഗ് ആണ്, മാറിപ്പോകരുത്. ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ ആണെങ്കിൽ ലണ്ടനിലാണ്. അപ്പോൾ ഹൗസ് എവിടെയാണ്? ലണ്ടനിലാണ്. പക്ഷേ നാഷണൽ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ എന്താണ്? ഈ പറയുന്ന തലസ്ഥാനം ഡൽഹി എന്ന് ഓർത്താൽ മതി. അപ്പൊ നാഷണൽ മെമ്മോറിയൽ എന്ന് പറയുന്ന തലസ്ഥാനത്താന്ന് ഓർത്താൽ മതി, ഡൽഹിയാണ്. ഓക്കെ, ഇനി ഡോക്ടർ അംബേദ്കറോടുള്ള ആദര സൂചകമായി 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയ നാണയങ്ങളായിരുന്നു 10 രൂപയുടെയും 125 രൂപയുടെയും നാണയങ്ങൾ. ഡോക്ടർ BR അംബേദ്കറോടുള്ള ആദര സൂചകമായി 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹൗസ് മെമ്മോറിയൽ ലണ്ടനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. നാഷണൽ മെമ്മോറിയൽ ന്യൂഡൽഹി ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. 90 അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? ഭാരതരത്നം കിട്ടിയത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഡിസംബർ 6 എന്താണ്?
മഹാപരിനിർവാൺ ദിവസമായിട്ട് ആചരിക്കുന്നു. അദ്ദേഹത്തിന്റെ എന്താണ് ചരമദിനമാണ് ഈ പറയുന്ന മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള ഏപ്രിൽ 14, 2017 മുതൽ കേന്ദ്ര സർക്കാർ ദേശീയ ജലദിനമായിട്ടാണ് ആചരിക്കുന്നത് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയും കാര്യമാണ് ഡോക്ടർ BR അംബേദ്കറുമായി ബന്ധപ്പെട്ട് PSC എക്സാമുകളിൽ ചോദിച്ച എല്ലാ ഫാക്റ്റും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് അംബേദ്കറിന്റെ പ്രധാന കൃതികളാണ് വെയിറ്റിംഗ് ഫോർ എ വിസ. അദ്ദേഹത്തിന്റെ ആത്മകഥ കൂടിയാണ് വെയിറ്റിംഗ് ഫോർ എ വിസ. അപ്പോൾ ഡോക്ടർ BR അംബേദ്കറിന്റെ ആത്മകഥ താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെയിറ്റിംഗ് ഫോർ എ വിസ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. ദി അൺടച്ചബിൾസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൃതിയാണ്. ബുദ്ധ ഓർ കാൾ മാർക്സ്. ഓക്കെ, ബുദ്ധ ഓർ കാൾ മാർക്സ് ആരുടെ കൃതിയാ? ഡോക്ടർ BR അംബേദ്കറിന്റെ കൃതിയാണ് ബുദ്ധ ഓർ കാൾ മാർക്സ്. ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ എന്ന് പറയുന്നതും ആരുടെ തന്നെയാണ്? അംബേദ്കറിന്റെ പ്രധാന കൃതികളിൽ പെട്ടതാണ് ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ. ഹൂ വെയർ ശൂദ്രാസ് എന്ന് പറയുന്നതും ഡോക്ടർ BR അംബേദ്കറിന്റെ കൃതിയാണ് ഹൂ വെയർ ശൂദ്രാസ്. അൻഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്നതും ആരുടെയാണ്? ഡോക്ടർ BR അംബേദ്കറിന്റെ കൃതിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഈ 6 കൃതി ഒന്ന് ഓർത്തു വെച്ചോ. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത് വെയിറ്റിംഗ് ഫോർ എ വിസയാണ്. ദി അൺടച്ചബിൾസ് ആണ് മറ്റൊരു കൃതി. അടുത്തതാണ് ബുദ്ധ ഓർ കാൾ മാർക്സ്. അടുത്തത് ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ. അടുത്തത് ഹൂ വെയർ ശൂദ്രാസ്. അടുത്തത് അൻഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്നതാണ് ഇദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തികൾ. അത് ലിബറൽ പാർട്ടിയിൽ നിന്ന് തേജ് ബഹദൂർ സാപ്രു ആണ് പങ്കെടുത്തത്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു. അതായത് എന്താണ് ഇന്ത്യക്കാരായിട്ടുള്ള അംബേദ്കറെ കൂടാതെ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി. അത് ലിബറൽ പാർട്ടിയിൽ നിന്നുമാണ് ആര് പങ്കെടുത്തത്? തേജ് ബഹദൂർ സാപ്രു പങ്കെടുത്തത് ലിബറൽ പാർട്ടി. ഹിന്ദു മഹാസഭ MR ജയക്കർ ആണ്. ഹിന്ദു മഹാസഭയിൽ നിന്നും പങ്കെടുത്ത വ്യക്തിയാണ് MR ജയക്കർ എന്ന് പറയുന്നത്. അധസ്ഥിത വിഭാഗത്തിൽ നിന്നും ഡോക്ടർ BR അംബേദ്കർ ആണ്. അധസ്ഥിത വിഭാഗക്കാരിൽ നിന്നും പങ്കെടുത്തത് വട്ടമേശ സമ്മേളനങ്ങളിൽ ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി വനിതകളായിരുന്നു ബീഗം ജഹനാര ഷാനവാസ്. അപ്പോൾ വനിതകളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ബീഗം ജഹനാര ഷാനവാസ് ആണ്. വനിതകളെ സംബന്ധിച്ച് ആ ഒരു ഭാഗത്തു നിന്നും പങ്കെടുത്ത വ്യക്തിയാണ് ബീഗം ജഹനാര ഷാനവാസ്. പാഴ്സികളാണ് കോവാസ് ജി ജഹാംഗീർ. അതേപോലെ ആംഗ്ലോ ഇന്ത്യൻ ആണ് ഹെൻറി ഗിഡ്നി. മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് അഖാ ഖാൻ. ബറോഡ VT കൃഷ്ണമാചാരി. മൈസൂർ സർ മിർസ ഇസ്മയിൽ. ഹൈദരാബാദിനെ പ്രതിനിധീകരിച്ച് അക്ബർ ഹൈദരി. അപ്പോൾ ഇത്രയാണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും ഓരോ വിഭാഗത്തെയും അതേപോലെ ഓരോ പ്രദേശത്തെയും പ്രദേശത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പങ്കെടുത്ത വ്യക്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രദേശമായാലും അതേപോലെ തന്നെ ഓരോ സംഘടനയും പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത ഈ വ്യക്തികൾ എപ്പോഴും ഇനി ചേരുംപടി ചേർക്കുക എന്നുള്ള ലെവലിലൊക്കെ വേണമെങ്കിൽ PSCക്ക് വരുന്ന എക്സാമുകളിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. ലിബറൽ പാർട്ടി തേജ് ബഹദൂർ സാപ്രു. ഹിന്ദു മഹാസഭ MR ജയക്കർ. അധസ്ഥിത വിഭാഗത്തിൽ നിന്നും ഡോക്ടർ BR അംബേദ്കർ ആണ് അധസ്ഥിത വിഭാഗത്തിൽ നിന്നും പങ്കെടുത്തത്. അതേപോലെ തന്നെ പാഴ്സി കോവാസ് ജി ജഹാംഗീർ. ആംഗ്ലോ ഇന്ത്യൻ ഹെൻറി ഗിഡ്നി. മുസ്ലിം ലീഗ് അഖാ ഖാൻ. ബറോഡ VT കൃഷ്ണമാചാരി. മൈസൂർ സർ മിർസ ഇസ്മയിൽ. ഹൈദരാബാദ് അക്ബർ ഹൈദരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികൾ 8 നേതൃ കമ്മിറ്റികളും മറ്റു ചില മൈനർ കമ്മിറ്റികളും അങ്ങനെ ആകെ 22 കമ്മിറ്റികൾ അടങ്ങുന്നതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റികൾ എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ എത്രയാണ്? 8 നേതൃ കമ്മിറ്റികളും മറ്റു ചില മൈനർ കമ്മിറ്റികളും ആകെ 22 കമ്മിറ്റികൾ അടങ്ങുന്നതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത്. അപ്പോൾ ആകെ എത്ര കമ്മിറ്റികളാ? 22 കമ്മിറ്റികൾ. നേതൃ കമ്മിറ്റികൾ എത്രയാ? 8 എണ്ണമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ കമ്മിറ്റികൾ 22ഉം 8 നേതൃ കമ്മിറ്റികളും അതേപോലെ തന്നെ മറ്റു മൈനർ കമ്മിറ്റികളും അടങ്ങി 22 കമ്മിറ്റികളാണ് ആകെ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക.
ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ മേജർ കമ്മിറ്റിയിലെ ചെയർമാൻമാരും കമ്മിറ്റികളും ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണിത്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, 1947 ഓഗസ്റ്റ് 29 രൂപീകൃതമായിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള BR അംബേദ്കർ. അപ്പോൾ ഒന്നാമത്തെ മേജർ കമ്മിറ്റിയാണ് ഏതെന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അടുത്തതാണ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. അത് ജവഹർലാൽ നെഹ്റു ആണ് അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി BR അംബേദ്കർ, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു, സ്റ്റേറ്റ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ പട്ടേൽ, അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൈനോറിറ്റി ട്രൈബൽ ആൻഡ് എക്സിക്യൂട്ടീവ് ഏരിയാസ് സർദാർ വല്ലഭായ് പട്ടേൽ, ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി JB കൃപലാനി, മൈനോറിറ്റി സബ് കമ്മിറ്റി HC മുഖർജി, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് അസം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയ സബ് കമ്മിറ്റിയാണ് ഗോപിനാഥ് ബർദോളി. അതേപോലെ തന്നെ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഇങ്ങനെയാണ് 8 കമ്മിറ്റികൾ എന്ന് പറയുന്നത്. അപ്പോൾ 8 മേജർ കമ്മിറ്റികളും അതേപോലെ തന്നെ അവരുടെ ചെയർമാൻ ആരാന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ നമ്മൾ പറഞ്ഞു ഡോക്ടർ BR അംബേദ്കർ ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. അത് ജവഹർലാൽ നെഹ്റു ആണ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആണെങ്കിൽ ജവഹർലാൽ നെഹ്റു ആണ്. സ്റ്റേറ്റ് കമ്മിറ്റിയും ജവഹർലാൽ നെഹ്റു ആണ്. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൈനോറിറ്റി ട്രൈബൽ ആൻഡ് എക്സിക്യൂട്ടീവ് ഏരിയാസ് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയാണ് JB കൃപലാനി. മൈനോറിറ്റി സബ് കമ്മിറ്റി HC മുഖർജി ആണ്. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് അസം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയ സബ് കമ്മിറ്റി ഗോപിനാഥ് ബർദോളി. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഇത്രയാണ് 8 കമ്മിറ്റികൾ. ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ചെയർമാൻ ആരാന്നുള്ളത് കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, മൈനർ കമ്മിറ്റി ചെയർമാൻ ആണ്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതേപോലെ തന്നെ ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഓർഡർ ഓഫ് ബിസിനസ് KM മുൻഷിയാണ്. ഓർഡർ ഓഫ് ബിസിനസ് KM മുൻഷി. അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് S വരദാചാരി. ഓക്കെ, അപ്പോൾ അഡ്ഹോക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് ആണ് S വരദാചാരി എന്ന് പറയുന്നത്. അഡ്ഹോക് കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ടാണ് S വരദാചാരി. ലിംഗ്വിസ്റ്റിക് പ്രൊവിഷൻസ് കമ്മിറ്റി SK ധർ ആണ്. കമ്മിറ്റി ചീഫ് കമ്മീഷണർ പ്രൊവിൻസസ് പട്ടാഭി സീതാരാമയ്യ. പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാനാഥ് സെൻ ആണ്. കമ്മിറ്റി ഓൺ ദ ഫങ്ഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി GV മാവുലങ്കർ. സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാം ഇൻ ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ലാംഗ്വേജ് കമ്മിറ്റിയുടെ ചെയർമാനാണ് മോട്ടൂരി സത്യനാരായണ. എക്സ്പോർട്ട് കമ്മിറ്റി ആൻഡ് ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ഓഫ് ദ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നളിനി രഞ്ജൻ സർക്കാർ. അത് നോൺ മെമ്പർ ആണ് ഈ പറയുന്ന നളിനി രഞ്ജൻ സർക്കാർ. അപ്പോൾ ഇത്രയാണ് ഏതിൻ്റെ അകത്ത് വരുന്നത്, മൈനർ കമ്മിറ്റികളും അതേപോലെ അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, ഫിനാൻസ് ആൻഡ് എന്താണ് സ്റ്റാഫ് കമ്മിറ്റി. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ റൂൾസ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി. മേജർ കമ്മിറ്റിയിലെ റൂൾസ് കമ്മിറ്റിയും അതേപോലെ തന്നെ എന്താണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെയും ചെയർമാനും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. കാരണം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് റൂൾസ് ഓഫ് പ്രൊസീജിയറും സ്റ്റിയറിംഗ് കമ്മിറ്റിയും. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ.
ഹൗസ് കമ്മിറ്റിയാണ് പട്ടാഭി സീതാരാമയ്യ. ഓർഡർ ഓഫ് ബിസിനസ് KM മുൻഷിയാണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് എസ് വരദാചാരിയാണ്. അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ട് എസ് വരദാചാരി. ലിംഗ്വിസ്റ്റിക് പ്രൊവിഷൻസ് കമ്മിറ്റി SK ധർ ആണ്. കമ്മിറ്റി ചീഫ് കമ്മീഷണർ പ്രൊവിൻസസ് പട്ടാഭി സീതാരാമയ്യ. പ്രസ് ഗാലറി കമ്മിറ്റിയാണ് ഉഷ നാഥ് സെൻ. കമ്മിറ്റി ഓൺ ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ആണ് GV മാവലങ്കർ. സ്പെഷ്യൽ കമ്മിറ്റി ടു എക്സാം ഇൻ ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ലാംഗ്വേജ് കമ്മിറ്റി മോട്ടൂരി സത്യനാരായണയാണ്. ലാംഗ്വേജ് കമ്മിറ്റി മോട്ടൂരി സത്യനാരായണ. എക്സ്പോർട്ട് കമ്മിറ്റി ഫിനാൻഷ്യൽ പ്രൊവിൻഷൻസ് ഓഫ് ദ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ നളിനി രഞ്ജൻ സർക്കാർ. ആരാണ്? നളിനി രഞ്ജൻ സർക്കാരാണ്. അത് നോൺ മെമ്പർ ആണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ള സംഭവങ്ങൾ. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC എക്സാമുകളിൽ തന്നെ ചോദിക്കാറുള്ള മലയാളം, ഇംഗ്ലീഷ്, നോൺ ഗ്രാമറും അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള മാത്സിൻ്റെ വർക്കൗട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസും ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്തേക്കാം. അപ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നേരെ ടെലഗ്രാമിലേക്ക് വരുമ്പോൾ അവിടെ എന്തുണ്ട്, ഈ പറയുന്ന മാത്സിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ആൻസർ ചെയ്യുക. അതിൻ്റെ ഉത്തരങ്ങൾ അതിനുശേഷം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും എന്ത് ചെയ്യുക, വച്ചിട്ട് നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്ന് നോക്കി പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി മലയാളത്തിലേക്ക് പോകാം. മലയാളത്തിൽ നമുക്കിന്ന് പഠിക്കാനുള്ളത് മലയാളം കൃതികളും കഥാപാത്രങ്ങളുമാണ്. ഈ കൃതികളും കഥാപാത്രങ്ങളും പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഈ പറയുന്ന കൃതികൾ ഏതൊക്കെയാണെന്നുള്ളതും ആ കൃതികളിലെ കഥാപാത്രങ്ങളും പഠിക്കുമ്പോൾ ആ സിറ്റുവേഷൻ എന്താണെന്ന് കൂടി പഠിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെയധികം ഗുണം ചെയ്യും. പക്ഷേ അങ്ങനെ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി മാത്രമായിട്ട് നമ്മൾ ക്ലാസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പരിപാടി ചെയ്യാത്തത്. അല്ലെങ്കിൽ നമുക്ക് ഓരോന്നും ഓരോ സിറ്റുവേഷനും ഓരോ കഥയും നോക്കി അത് എന്താണെന്നുള്ളത് കൂടി പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. ഓക്കെ, ഇപ്പോൾ തന്നെ നമുക്കറിയാലോ, നജീബ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആടുജീവിതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് നമ്മളെന്താണ് കണ്ട് അതേപോലെ തന്നെ എന്താണ് ആ സിറ്റുവേഷൻ മനസ്സിലാക്കി ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ആ ആടുജീവിതം താഴെ പറയുന്നതിൽ നജീബ് എന്ന് പറയുന്ന കഥാപാത്രം ഏത് കൃതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എഴുതും എന്ത്, ആടുജീവിതം എന്നുള്ള. അപ്പോൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നും നമ്മൾ ഇപ്പോൾ പപ്പു ആണെങ്കിൽ ഓടയിൽ നിന്ന്, അതേപോലെ അപ്പുക്കിളി ഖസാക്കിൻ്റെ ഇതിഹാസം, ഇതൊക്കെ നമ്മൾ ആ കഥയും അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ മറക്കത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ക്ലാസ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒത്തിരി കൂടുതലായിട്ട് പോകും. ഓക്കെ, പക്ഷേ ഇനി ഒരു അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും വ്യക്തമായി തന്നെ കാരണം ഓൾറെഡി നമ്മൾ ഈ ടോപ്പിക്സ് ഒക്കെ കഴിഞ്ഞ് റിവിഷൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, പപ്പു എന്ന് പറയുന്ന കഥാപാത്രം ഏത് കൃതിയിലാണെന്ന് ചോദിച്ചാൽ ഓടയിൽ നിന്നാണ്. പപ്പു ഓടയിൽ നിന്ന്. അപ്പുക്കിളി ഖസാക്കിൻ്റെ ഇതിഹാസം. അപ്പോൾ പപ്പു ഓടയിൽ നിന്ന്, അപ്പുക്കിളി ഖസാക്കിൻ്റെ ഇതിഹാസം. ഒത്തിരി തവണ PSC മലയാളത്തിൽ ചോദിച്ച ചോദ്യത്തിലെ ഒരു ചോദ്യമാണ് അപ്പുക്കിളി ഖസാക്കിൻ്റെ ഇതിഹാസം. മല്ലൻ നെല്ല്. ശിവാനി ഗുരുസാഗരം. പാത്തുമ്മ പാത്തുമ്മയുടെ ആട്. ശ്രീധരൻ ഒരു ദേശത്തിൻ്റെ കഥ. ശ്രീധരൻ ഒരു ദേശത്തിൻ്റെ കഥ. മാധവൻ ഇന്ദുലേഖ. വൈത്തിപ്പട്ടർ ശാരദ. അമർസിംഗ് മഞ്ഞ്. സൂര്യ നമ്പൂതിരിപ്പാട് ഇന്ദുലേഖ. സാവിത്രി ദുരവസ്ഥ. സാവിത്രി ദുരവസ്ഥ. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടി പറയാം. പപ്പു ഓടയിൽ നിന്ന്. ഓക്കെ, പപ്പു എന്ന കഥാപാത്രം ഓടയിൽ നിന്നെന്ന കൃതിയിൽ നിന്നാണ് പപ്പു വന്നത്. അപ്പുകിളി ഖസാക്കിൻ്റെ ഇതിഹാസം. മല്ലൻ നെല്ല്. ശിവാനി ഗുരുസാഗരം. പാത്തുമ്മയുടെ ആട്. പാത്തുമ്മ പാത്തുമ്മയുടെ ആട്. ശ്രീധരൻ ഒരു ദേശത്തിൻ്റെ കഥ. മാധവൻ ഇന്ദുലേഖ. വൈത്തിപ്പട്ടർ ശാരദ. അമർസിംഗ് മഞ്ഞ്. സൂര്യ നമ്പൂതിരിപ്പാട് ഇന്ദുലേഖ. സാവിത്രി ദുരവസ്ഥ. ഇംഗ്ലീഷിലെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇഡിയംസ് ആൻഡ് ഫ്രേസ് ആണ്. ഹിറ്റ് ദ ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോ ടു ബെഡ്, ഗോ ടു സ്ലീപ്പ് എന്നാണ്. അപ്പോൾ ഹിറ്റ് ദ ഹേ, ഇനി മുതൽ നമ്മൾ എന്താണ് ഗുഡ് നൈറ്റിന് പകരം എന്ത് ചെയ്താൽ മതി, ഹിറ്റ് ദ ഹേ പറഞ്ഞാൽ മതി. ഗോ ടു ബെഡ് അല്ലെങ്കിൽ ഗോ ടു സ്ലീപ്പ് ആണ് ഹിറ്റ് ദ ഹേ എന്ന് പറയുന്നത്. ഹൈ ഓൺ ദ ഹോഗ് എന്ന് വെച്ചാൽ ലിവിങ് ഇൻ ലക്ഷറി. ഓക്കെ, നിങ്ങൾക്കും ഒരു ദിവസമെങ്കിലും ജീവിക്കേണ്ട ഇങ്ങനെ ഹൈ ഓൺ ദ ഹോഗ് എന്ന് പറയുന്ന പോലെ, അതായത് ലിവിങ് ഇൻ ലക്ഷറി. അപ്പോൾ ലിവിങ് ഇൻ ലക്ഷറി ആണ് ഹൈ ഓൺ ദ ഹോഗ് എന്ന് പറയുന്നത്. ഹിറ്റ് ദ നെയിൽ ഓൺ ഹെഡ്. ഡു സംതിങ് എക്സാക്ട്ലി റൈറ്റ് ആണ് ഹിറ്റ് ദ നെയിൽ ഓൺ ഹെഡ് എന്ന് പറയുന്നത്.
ഹെഡ് ഓവർ ഹീൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോയ്ഫുൾ, ഏറ്റവും സന്തോഷമായിട്ടുള്ളതിനെയാണ് ഹെഡ് ഓവർ ഹീൽസ് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോസ് വൺസ് ഹെഡ് ടു ബിക്കം കൺഫ്യൂസ്ഡ്. ഇൻ ദ ബഫ്, നേക്ഡ് ആണ് ഇൻ ദ ബഫ് എന്ന് പറയുന്നത്. ഇൻ ദ ബാഗ്, അച്ചീവ്ഡ് ആണ് ഇൻ ദ ബാഗ്. ഇൻ ഹൈ സ്പിരിറ്റ്, വെരി ഹാപ്പി. ഇൻ ഹൈ സ്പിരിറ്റ്, വെരി ഹാപ്പി. ഇൻ കോൾഡ് ബ്ലഡ്, വിതൗട്ട് ഫീലിംഗ് ആണ് ഇൻ കോൾഡ് ബ്ലഡ് എന്ന് പറയുന്നത്. ഇൻ യുവർ ഫേസ്, ആൻ അഗ്രസീവ് ആൻഡ് ബോൾഡ് കൺഫ്രോണ്ടേഷൻ ആണ് ഇൻ യുവർ ഫേസ് എന്ന് പറയുന്നത്. ആൻ അഗ്രസീവ് ആൻഡ് ബോൾഡ് കൺഫ്രോണ്ടിയേഷൻ ആണ് ഇൻ യുവർ ഫേസ്. കീപ് യുവർ ചിൻ അപ്പ് ടു റിമെയിൻ ജോയ്ഫുൾ ഇൻ ടഫ് സിറ്റുവേഷൻ ആണ് കീപ് ഇൻ യുവർ ചിൻ അപ്പ്. ഹാവ് ആൻ ആക്സ് ടു ഗ്രിൻഡ് ടു ഗീവ് ഡിസ്പ്യൂട്ട് വിത്ത് സമ്മൺ. കിക്ക് ദ ബക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈ, ഓക്കെ, മരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഇഡിയംസ് ആൻഡ് ഫ്രേസ് ഒന്നുകൂടി പറയാം. ഹിറ്റ് ദ ഹേ, ഗോ ടു ബെഡ് ആണ് ഹിറ്റ് ദ ഹേ, അല്ലെങ്കിൽ ഗോ ടു സ്ലീപ്പ്. ഹൈ ഓൺ ദ ഹോഗ്, ലിവിങ് ഇൻ ലക്ഷറി. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്, ഡു സംതിങ് എക്സാക്ട്ലി റൈറ്റ്. ഹെഡ് ഓവർ ഹീൽസ്, ജോയ്ഫുൾ. ലോസ് വൺസ് ഹെഡ് ടു ബിക്കം കൺഫ്യൂസ്ഡ്. ഇൻ ദ ബഫ്, നേക്ഡ്. ഇൻ ദ ബാഗ്, അച്ചീവ്ഡ്. ഇൻ ദ ഹൈ സ്പിരിറ്റ്, വെരി ഹാപ്പി. In the cold blood, without feeling. In your face, an aggressive and bold confrontation. Keep your chin up to remain joyful in tough situation. Have an axe to grind to have a dispute with someone. Kick the bucket, die ആണ് kick the bucket. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ 15ാമത്തെ ദിവസം പിന്നിടുമ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നു എന്ന് കരുതുന്നതിൽ ഒത്തിരി, അനി നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നു എന്ന് നമ്മുടെ അടുത്ത് പറയുന്നതിലും അതേപോലെ കറക്റ്റായിട്ട് പഠിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്നതിലും ഒത്തിരി അധികം സന്തോഷമുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇടുന്ന ക്വസ്റ്റ്യൻ പോളിൻ്റെ അകത്ത് വരുന്ന ക്വസ്റ്റ്യൻ പോള് എത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങൾ ശരിയാക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയാണ് നമുക്ക് എല്ലാ ദിവസവും നിങ്ങൾ എത്രമാത്രം ഇത് പഠിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ പറയുന്ന വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഇഡിയംസ് ആണെങ്കിലും ഫ്രേസ് ആണെങ്കിലും അതേപോലെ തന്നെ മലയാളത്തിലെ നമ്മുടെ ഒറ്റപ്പദം ശൈലി, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന കഥകൾ, കഥാപാത്രങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് റിവൈസ് ചെയ്ത് തന്നെ പോകണം. അപ്പോൾ നമുക്ക് ഏകദേശം മാത്സ് എന്താണ് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഏകദേശം തീരാൻ പോകണം. ഇതും ഏകദേശം തീരാൻ പോകുന്ന എന്താണ് ഭാഗത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും നാളുകൊണ്ട് നമ്മൾ അത്രയധികം കണ്ടന്റ് ആണ് ഏകദേശം 15 ക്ലാസ്സുകളിൽ നമ്മൾ ഏകദേശം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം നോൺ ഗ്രാമർ ആണെങ്കിലും അതേപോലെ തന്നെ മാത്സിൻ്റെ ഏകദേശം ഒരു 15 നമുക്കൊരു 5, 8, 10, 12, 15 ടോപ്പിക്സുകൾ ഇന്ന് കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 3, 4, 5 ടോപ്പിക്സുകൾ കൂടിയാണ് മെയിനായിട്ട് ഇനി നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുവരെയും നിങ്ങൾ കൂടെ നിന്ന് കട്ട സപ്പോർട്ട് ചെയ്തതിൽ ഒത്തിരി അധികം സന്തോഷമുണ്ട്. അപ്പോൾ തുടർന്നും ഇങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അതേപോലെ ഇനിയും എന്താണ് നിലവിൽ ഈ പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം ഈ പറയുന്ന ക്ലാസ്സുകൾ, PDF നോട്ടുകൾ, ക്വസ്റ്റ്യൻ ബോർഡുകൾ, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ടെലഗ്രാമിലാണ്. അപ്പോൾ അതുകൊണ്ട് ടെലഗ്രാമിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.